ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇംഗ്ലീഷിൻ്റെ 25ാമത്തെ പാഠമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. പാഠഭാഗത്തിൻ്റെ പേര് ബോലി എന്നാണ്. ദിസ് ചാപ്റ്റർ ഡീൽസ് വിത്ത് എ ഗേൾ നെയ്മഡ് സുലേഖ. ഷി വാസ് കോൾഡ് as ബോലി by everyone. She stammered and had pockmarks all over her body. Everyone avoided her, including her family members. Once she got an opportunity to go to school and get education, her parents decided to marry her off to a lame old man. She refused to marry him. People called her shameless. She decided to serve her parents in their old age and to teach in the same school she studied. Under her teacher's guidance, she learned to be self-reliant. Education helped her to overcome the ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഇൻ ഹെർ ലൈഫ്. ഒരു പാഠഭാഗത്ത് നമ്മൾ സുലേഖ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. സുലേഖനെ അവളെ എല്ലാവരും വിളിക്കുന്നത് ബോലി എന്ന് പറയുന്ന പേരിലാണ്. സമൂഹത്തിൽ അവഗണന നേരിടേണ്ടി വരുന്നിട്ടുള്ള ഒരു കുട്ടിയാണ് ബോലി. റാംലാലിൻ്റെ 4ാമത്തെ കുട്ടിയാണ് ബോലി. 10 മാസം പ്രായമുള്ളപ്പോൾ തലയുടെ ഒരു ഭാഗത്തിന് ക്ഷതമേറ്റു. ഇത് കാരണം കുടുംബത്തിലെ പിന്നോക്കം നിന്ന കുട്ടിയായി അവളെ പരിഗണിക്കുന്നു. ആ ഗ്രാമം മുഴുവൻ അവളെ അങ്ങനെയാണ് കരുതിയിരുന്നത്. അവളുടെ ശരീരത്തിൽ വസൂരികളുണ്ടായിരുന്നു. കൂടാതെ അവൾ സംസാര തടസ്സമുള്ളവരും ആയിരുന്നു. ഒരു മുടന്തനും വൃദ്ധനുമായ മനുഷ്യനെ അവളുടെ ഭർത്താവാക്കാൻ ബോലിയുടെ മാതാപിതാക്കൾ തീരുമാനിക്കുന്നു. ആ തീരുമാനത്തെ ബോലി ശക്തമായി എതിർത്തു. വൃദ്ധനെ വിവാഹം കഴിക്കാൻ അവൾ വിസമ്മതിച്ചു. അവൾ പഠിച്ച വിദ്യാലയത്തിൽ തന്നെ ജോലി ചെയ്യാനും അങ്ങനെ സ്വയം പര്യാപ്തയായി ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ബോലി അധ്യാപകരുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഉദാഹരണമായി മാറി. അപ്പോൾ നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. പെൺകുട്ടിയുടെ പേര് സുലേഖ എന്നാണ്. പക്ഷേ എല്ലാവരും വിളിക്കുന്ന വിളിപ്പേര് എന്ന് പറയുന്നത് ബോലി എന്നാണ്. ബോലിക്ക് ചെറുപ്പത്തിൽ തന്നെ കുറേ ചെറിയ ചെറിയ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. അതുകൊണ്ട് തന്നെ കുറേ ന്യൂനതകളുള്ള അല്ലെങ്കിൽ വിഷമതകളുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് ബോലി വളർന്നത്. പക്ഷേ വീട്ടുകാർ ആ ഒരു ബലഹീനത മനസ്സിലാക്കി അല്ലെങ്കിൽ ബോലിനെ ഒരു രോഗമുള്ള കുട്ടിയായി കണക്കാക്കി അവളെ ഒരു വൃദ്ധനുമായിട്ട് കല്യാണം കഴിപ്പിച്ചയക്കാൻ തീരുമാനിച്ചു. പക്ഷേ ബോലി ആ ഒരു കാര്യത്തിന് തടസ്സം നിൽക്കുകയും ആ വൃദ്ധനെ കല്യാണം കഴിക്കാൻ വിസമ്മതിക്കുകയും തനിക്ക് പഠിക്കാനും അതുപോലെ തന്നെ താൻ പഠിച്ച സ്കൂളിൽ തന്നെ ജോലി നേടുവാനും അവൾ ആഗ്രഹിച്ചു. അങ്ങനെ തന്നെ അവൾ ഒരു ടീച്ചറായി, ഒരു അധ്യാപികയായി മാറുകയും ചെയ്തു. നമുക്കറിയാം, സമൂഹത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് പല കാര്യങ്ങൾക്കും അവർക്ക് ചോയ്സസ് ഉണ്ടാവാൻ ചാൻസസ് വളരെ കുറവാണ്. ഇപ്പം രോഗാവസ്ഥ അല്ല ബലഹീനാവസ്ഥ, ഹാൻഡിക്യാപ്ഡ് അതുപോലുള്ള ആളുകളിലൊക്കെ അവർക്ക് ചോയ്സസ് വളരെ കുറവായിരിക്കാം. പക്ഷേ അതൊന്നും അവരുടെ ജീവിതത്തിനെ ബാധിക്കാതെ ഇരിക്കാനാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു. നമ്മൾ സമൂഹം എന്ന നിലയിൽ നമ്മൾ അവരെ ഒറ്റപ്പെടുത്താതെ ചേർത്ത് നിർത്തുകയും ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു പാഠഭാഗത്ത് ബോലി എന്ന പെൺകുട്ടിയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. വളരെ ചെറിയൊരു കഥയാണ്. വളരെ ചെറിയൊരു മോറൽ പോയിൻ്റ് തരുന്ന അല്ലെങ്കിൽ സാൻമാർഗിക പോയിൻ്റ് തരുന്ന ഒരു കഥയാണ്. ഇനിയുള്ള പാഠഭാഗങ്ങളെല്ലാം ഇതുപോലെ തന്നെ ചെറുതാണ്. ഏകദേശം ഇനി കുറച്ച് പാഠഭാഗങ്ങൾ മാത്രമേ തീരുവാനുള്ളൂ. എല്ലാവരും പഠിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ എക്സാമിനുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.